BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനിൽ ആദ്യമായി ക്രിസ്ത്യൻ നിർമ്മിതി കണ്ടെത്തി. ബുഹറക്കിന് സമീപം സമാഹിജ് മേഖലയിൽ നടന്ന ഉത്ഖനനത്തിലാണ് നെസ്റ്റോറിയൻ ചർച്ചിന്റെ ഭാഗങ്ങൾ ബഹ്റൈൻ ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത്. അറേബ്യൻ പ്രദേശത്ത് കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ക്രിസ്ത്യൻ കെട്ടിടങ്ങളിലൊന്നാണിതെന്നും ഗവേഷകർ സ്ഥിരീകരിച്ചു. കാർബൺ ഡേറ്റിംഗ് നടത്തിയപ്പോൾ AD 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണ് കെട്ടിടമെന്നും വ്യക്തമായി. കുരിശുകളും ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്ന ബിംബസൂചനകളും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഗ്ലാസുകളും ചെമ്പ് നാണയങ്ങളും അടക്കം കണ്ടെത്തി. UK-യിലെ എക്സ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അറബ് ആൻഡ് ഇസ്ലാമിക് സ്റ്റഡീസിലെ പ്രൊഫസർ തിമോത്തി ഇൻസോൾ, ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചറൽ ആൻഡ് ആന്റിക്വിറ്റീസിലെ ഡോക്ടർ സൽമാൻ അൽ മഹാരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള UK ബഹ്റൈൻ സംയുക്ത സംഘമാണ് ഗവേഷണം നടത്തുന്നത്. ബഹ്റൈനിലെ നെസ്റ്റോറിയൻ സഭയുടെ ആദ്യത്തെ ഭൗതിക തെളിവാണിതെന്നും അക്കാലത്തെ ജനതയുടെ ജീവിത രീതികൾ, ജോലി, ആരാധന ഇവ സംബന്ധിച്ച കൗതുകകരമായ ഉൾക്കാഴ്ചകൾ വരും ദിവസങ്ങളിലെ ഗവേഷണങ്ങളിലൂടെ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്നും പ്രൊഫസർ തിമോത്തി ഇൻസോൾ അഭിപ്രായപ്പെട്ടു. മികവുറ്റ മാധ്യമപ്രവർത്തകർക്കുള്ള ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ പേരിലുള്ള 8ാമത് മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു. പ്രധാനമന്ത്രിയുടെ രക്ഷാധികാരത്തിൽ നടന്ന ചടങ്ങിലാണ് രാജ്യത്തെ ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകരെ ആദരിച്ചത്. രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലും മുന്നേറ്റത്തിലും മാധ്യമപ്രവർത്തകരുടെ പങ്ക് നിർണായകമാണെന്നും പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കിരീടാവകാശി വ്യക്തമാക്കി. അവാർഡ് ലഭിച്ച മാധ്യമപ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു. മീഡിയ പേഴ്സൺ ഓഫ് ഇയറായി അഖ്ബാൻ അൽ ഖലീഷ്, പത്രാധിപർ അൻവർ അബ്ദുറഹ്മാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച അഭിപ്രായ രൂപവൽക്കരണ വിഭാഗത്തിൽ നൗറ അൽ ഫൈഹാനി, മികച്ച അന്വേഷണാത്മക പത്രപ്രവർത്തന മേഖലയിൽ ഐമൻ അഹമ്മദ് അലി എന്നിവരും അവാർഡ് ഏറ്റുവാങ്ങി. AI 3D ആനിമേഷനിലൂടെ കടന്നുപോകുന്ന ആദ്യത്തെ മലയാള ഹ്രസ്വചിത്രം സ്റ്റാർസ് ഇൻ ദ ഡാർക്ക്നെസ് ബഹ്റൈനിലുള്ള ചിത്രീകരണം പൂർത്തീകരിച്ചു. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവയെല്ലാം ഒരുമിച്ച് നിർവഹിക്കുന്ന ബഹ്റൈനിൽ നിന്നുള്ള ആദ്യ സ്ത്രീ സംവിധായിക ലിനി സ്റ്റാൻലിയാണ് ലിൻസ മീഡിയയുടെ ബാനറിൽ ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ബഹ്റൈൻ SNCS ഓഡിറ്റോറിയത്തിൽ നടന്ന ചിത്രത്തിന്റെ പൂജയിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ബഹ്റൈൻ സോപാന ഗുരു സന്തോഷ് കൈലാസ്, സാമൂഹിക പ്രവർത്തകനായ ചാൾസ് ആലുക്ക, SNCS പ്രസിഡന്റ് കൃഷ്ണകുമാർ, മുതിർന്ന കഥകളി നടൻ കലാമണ്ഡലം കരുണാകരക്കുറുപ്പ് എന്നിവർ ഭദ്രദീപം കൊളുത്തി ആരംഭം കുറിച്ചു. ഈ ചലച്ചിത്ര സംരംഭത്തിന് സോപാനം ഗുരു സന്തോഷ് കൈലാസ് സ്വിച്ച് ഓൺ കർമ്മവും ചാൾസ് ആലുക്ക ഫസ്റ്റ് ക്ലാപ്പ് നിർവഹിക്കുകയും പ്രൊഡക്ഷൻ കൺട്രോളർമാരായ സ്റ്റാൻലി തോമസ്, വിനോദ് ആറ്റിങ്ങൽ, സംവിധായിക ലിനി സ്റ്റാൻലി, ക്യാമറാമാൻ ജേക്കബ്, ക്രിയേറ്റീവ് ബീസ് എന്നിവർ ചേർന്ന് ടൈറ്റിൽ റിലീസിംഗും ചെയ്തു. തുടർന്ന് ചിത്രത്തിന്റെ ചില ഭാഗങ്ങളുടെ ചിത്രീകരണവും നടന്നു. ബഹ്റൈനിലും നാട്ടിലും അറിയപ്പെടുന്ന റേഡിയോ, ടെലിവിഷൻ, സ്റ്റേജ് ഷോകളുടെ അവതാരകനും ചലച്ചിത്ര നാടക നടനുമായ വിനോദ് നാരായണനും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സജീവമായ കലാകാരി സ്മിത മാക്സോയും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ചലച്ചിത്രത്തിൽ ഡോക്ടർ രാജി, സ്റ്റാൻലി തോമസ്, പ്രചോദ് കൃഷ്ണ, പ്രശാന്ത് റിമിക്സ്, ചാൾസ് ആലുക്ക, ആരോൺ സ്റ്റാൻലി, മീനാക്ഷി ഉദയൻ തുടങ്ങി 40ഓളം കലാകാരന്മാർ വിവിധ വേഷങ്ങളിൽ അഭിനയിക്കുന്നു. സമസ്ത ബഹ്റൈൻ അത്തദ്കീർ ദ്വൈമാസ ക്യാമ്പയിനോടനുബന്ധിച്ച് ഏകദിന പഠന യാത്ര സംഘടിപ്പിച്ചു. സമസ്ത മനാമ ഏരിയ പവിഴദ്വീപിലൂടെ ചരിത്രഭൂമിയിലൂടെ എന്ന ശീർഷകത്തിലാണ് ഏകദിന പഠന യാത്രയൊരുക്കിയത്. ബഹ്റൈനിലെ ചരിത്ര ശേഷിപ്പുകളിൽ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ പ്രാതിനിധ്യത്തെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു യാത്ര. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടക്കം കുറിച്ച യാത്രയ്ക്ക് SIS സൗദി നാഷണൽ കമ്മിറ്റി മെമ്പർ അറക്കൽ അബ്ദുറഹ്മാൻ സാഹിബ് നേതൃത്വം നൽകി. ഗൾഫ് മേഖലയിലെ ആദ്യത്തെ എണ്ണ കിണർ, ട്രീ ഓഫ് ലൈഫ്, ബഹ്റൈൻ കോട്ട, ബാർബർ ക്ഷേത്രം, അൽ ജസ്ര ഹാൻഡി ക്രാഫ്റ്റ്, ജസ്ര ഹൗസ് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. സമസ്ത ബഹ്റൈൻ കേന്ദ്ര നേതാക്കളായ മുഹമ്മദ് മുസ്ലിയാർ ഇടവണ്ണപ്പാറ, ഫാഹിദ് ഷറഫുദ്ദീൻ മൗലവി, അബ്ദുൾ മജീദ് ചോലക്കോട്, SKSF ബഹ്റൈൻ നേതാക്കളായ നവാസ് കുണ്ടറ, ഉമൈർ വടകര, മുഹമ്മദ് PB, സമസ്ത ജിദാലി, ഉമ്മുൽ ഹസം ഏരിയ പ്രതിനിധികൾ, സമസ്ത മനാമ പ്രവർത്തകർ തുടങ്ങിയവർ യാത്രയിൽ പങ്കെടുത്തു. സമസ്ത ബഹ്റൈൻ മനാമ ഏരിയ കോർഡിനേറ്റർ അഷ്റഫ് അൻവരി ചേലക്കര, മനാമ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി.
അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന 14 വയസ്സുകാരൻ രോഗമുക്തി നേടി. കോഴിക്കോട് മേലടി സ്വദേശിയായ കുട്ടിക്കാണ് രോഗം ഭേദമായത്. രാജ്യത്ത് തന്നെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ഒരാൾ രോഗമുക്തി നേടുന്നത്. ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി കൈവരിച്ചിട്ടുള്ളവർ 11 പേർ മാത്രമാണ്. 97% മരണനിരക്കുള്ള രോഗത്തിൽ നിന്നാണ് കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിച്ചത്. ഏകോപനത്തിനും ചികിത്സയ്ക്കും നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. മലപ്പുറത്തെ നിപ രോഗബാധയിൽ ഉറവിടം കണ്ടെത്താനുള്ള നടപടികളുമായി ആരോഗ്യവകുപ്പ്. 14-കാരനും സുഹൃത്തുക്കളും കാട്ടമ്പഴങ്ങ കഴിച്ചതായി സ്ഥിരീകരണം. വിശദമായ പരിശോധന നടക്കുന്നതായും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 350 പേരാണ് നിലവിൽ കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗലക്ഷണമുള്ളവരിൽ 4 പേർ തിരുവനന്തപുരം സ്വദേശികളും 2 പേർ പാലക്കാട് സ്വദേശികളുമാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഉടനീളം ഊർജിതമായി തുടരുകയാണ്. കേന്ദ്ര സംഘം ഇന്നലെ രാത്രിയോടെ കോഴിക്കോടെത്തി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊബൈൽ ലാബ് ഇന്ന് വൈകിട്ട് കോഴിക്കോടെത്തും. ഇത് കൂടുതൽ പരിശോധനകൾ നടത്താൻ സഹായകമാകും. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. 14-കാരന്റെ പുതിയ റൂട്ട് പുറത്തുവിട്ടു. ഈ കോൺടാക്റ്റുകൾ ശേഖരിച്ചു വരികയാണ്. കുട്ടിയും സുഹൃത്തുക്കളും കാട്ടമ്പഴങ്ങ പറിച്ചു കഴിച്ചതായും ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചു. ഇതിൽ നിന്നാണോ നിപ സ്ഥിരീകരിച്ചതെന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. മേഖലയിൽ മൃഗസംരക്ഷണ വകുപ്പ് പരിശോധന തുടരുകയാണ്. കേരളത്തിൽ വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. തൃശ്ശൂരിലും മലപ്പുറത്തും പാലക്കാടും ശക്തമായ ചുഴലിക്കാറ്റ്. കൊണ്ടോട്ടിയിൽ ശക്തമായ കാറ്റിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. 3 വാഹനങ്ങൾ തകർന്നു. എയർപോർട്ട് കാർഗോ കോംപ്ലക്സിന് സമീപമാണ് സംഭവം. വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സമീപത്തെ കടകളിലേക്ക് പോയ സമയത്താണ് മരം വീണത്. കോട്ടയ്ക്കൽ ഒതുക്കുങ്ങലിൽ കനത്ത കാറ്റിൽ വഴിയരികിൽ നിന്ന് മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. അടുക്കള പൂർണ്ണമായി തകർന്നു. മലപ്പുറം വണ്ടൂർ വാണിയമ്പലത്ത് സ്കൂൾ ബസ്സിന് മുകളിലേക്കും മരം കടപുഴകി വീണു. ഉച്ചയോടെയാണ് തൃശൂർ എരുമപ്പെട്ടി, കണ്ടന്നൂർ, കുന്നംകുളം മേഖലകളിൽ ചുഴലിക്കാറ്റ് വീശിയത്. ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണും മറ്റും വൻ നാശനഷ്ടമുണ്ടായി. പാലക്കാട് മലയോര മേഖലകളിലാണ് ചുഴലിക്കാറ്റ് വൻ നാശനഷ്ടമുണ്ടാക്കിയത്. കൊല്ലങ്കോട് ബസ് സ്റ്റേഷന് സമീപം കടയുടെ മേൽക്കൂര ഇളകി വീണു. മുതലമടയിൽ സ്വകാര്യ ബസ്സിന് മുകളിലേക്കും പച്ചക്കറി കടയിലേക്കും മരം വീണു. നെല്ലിയാമ്പതി ചുരത്തിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം ജില്ലയിലെ 14 സർക്കിളുകളിലായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് 6 ഹോട്ടലുകൾ പൂട്ടിച്ചു. 68 ഹോട്ടലുകൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ 2 ദിവസത്തെ സ്പെഷ്യൽ ഡ്രൈവിലാണ് ജില്ലയിൽ ഉടനീളമുള്ള ഹോട്ടലുകളിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധയിടങ്ങളിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് എറണാകുളത്തും സ്പെഷ്യൽ ഡ്രൈവ് സംഘടിപ്പിച്ചത്. ഹോട്ടലുകളിലും ഭക്ഷണശാലകളിലും ഭക്ഷ്യസുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുന്നില്ലെന്നും ഉറപ്പാക്കാനും നിയമങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകാനും നടപടിയെടുക്കാനും ലക്ഷ്യമിട്ടാണ് ഓപ്പറേഷൻ ലൈഫ് നടപ്പാക്കുന്നത്. 14 സ്ക്വാഡുകൾ 387 ഭക്ഷണശാലകൾ പരിശോധിച്ചു. 68 ഔട്ട്ലെറ്റുകൾക്ക് പിഴ ചുമത്തുകയും 6 എണ്ണം പൂട്ടുകയും ചെയ്തു. വൃത്തിയും ശുചിത്വവും പാലിക്കാത്ത 93 ഔട്ട്ലെറ്റുകൾക്ക് ഞങ്ങൾ തിരുത്തൽ നോട്ടീസും നൽകി. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ എറണാകുളം നോഡൽ ഓഫീസർ ആദർശാണ് ഇപ്രകാരം പറഞ്ഞത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.